പോന്നപ്പോൾ പറഞ്ഞുകൊണ്ട് വരായിരുന്നു മോളെടുത്ത് അവർക്ക് ആള് മാറിയിട്ടെങ്ങാനും ഇന്റർവ്യൂ എടുത്താണോ 2000 രൂപ ചില്ലറ ഉണ്ടെന്നൊക്കെ എന്നെ കണ്ടാ പറയുന്നത്. എൻ്റെ മിക്ക ക്ലയൻസും അവർക്കൊരു ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഇഷ്ടത്തിന് നമ്മൾ അങ്ങോട്ട് ഐഡിയ പറഞ്ഞു കൊടുത്ത് ചെയ്തെടുക്കുക പതിവ്. ചേച്ചിയുടെ ഐഡിയ കസ്റ്റമേഴ്സിന് പൊതുവെ വർക്ക് ആവാറുണ്ട്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു വലിയ ബ്ലെസ്സിംഗ് ആണ്. ചേച്ചിക്ക് ഫസ്റ്റ് വരുന്ന സെലിബ്രിറ്റി കസ്റ്റമർ ലക്ഷ്മി നക്ഷത്രയായിരുന്നു. ഞാൻ പുറത്ത് ഇങ്ങനെ ചെയ്തിട്ടിരുന്ന കോസ്റ്റ്യൂംസ് കണ്ടിട്ട് വന്നതാണ്. ഒരു സാരി ഞാൻ ലക്ഷ്മി നക്ഷത്രക്ക് ഞാൻ ഒരു വൈറ്റ് മെറ്റീരിയൽ കുഞ്ഞു ഫ്രിൽസ് വെച്ചിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തത്. ആ സാരി എനിക്ക് തോന്നുന്നു അത് പോസ്റ്റ് ചെയ്തിട്ട് ഒരു 30-35 സാരി സെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ചെയ്യുമ്പോൾ അത് കസ്റ്റമറിനും ഇടാൻ പറ്റുന്നതാണെങ്കിൽ അത് അങ്ങനെ കുറെ പോകാറുണ്ട്. അഫ്രി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് റംസാൻ ഒരു കോസ്റ്റ്യൂം ചെയ്യണം. അപ്പൊ സത്യം ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ ഓണോ ക്രിസ്മസ് ഒക്കെ പോലെ റംസാൻ ഇല്ലടാ, ഈ സെലിബ്രേഷൻ ഒരു കോസ്റ്റ്യൂം എന്താ ചെയ്യേണ്ടത്, നമുക്ക് ലെഹങ്കയാണോ ചെയ്യേണ്ടത്? ചേച്ചി റംസാൻ നമ്മുടെ ഡാൻസർ റംസാൻ ഇല്ലേ പിന്നെ ഞാൻ ഒരു കുഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം 1 month ഞാനും ആദ്രയും കൂടി ആര് കസ്റ്റമേഴ്സ് വരാണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ വെറുതെ കളിക്കുമായിരുന്നു ഡ്രസ്സ് കൊടുത്തിട്ട്. ഇതെത്ര എമൗണ്ട് ആരും അറിയില്ല നമുക്ക് നമ്മളോട് ഉള്ളത്. ഏറ്റവും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ 3 മക്കളാണ്. എന്ന് വെച്ചാൽ എനിക്കൊന്ന് അവരുടെ കുറെ ഇൻപുട്സ് കിട്ടുന്നതുകൊണ്ടായിരിക്കും. ഇവരിങ്ങനെ വന്നിട്ട് പറയാം അമ്മ എനിക്ക് ഈ ഡ്രസ്സ് തന്നെ വേണം, അങ്ങനെയൊക്കെ വാശി പിടിക്കുകയൊക്കെ ചെയ്യും. എടാ എൻ്റെ ഡിസൈൻ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. ഇത്ര നേരം ഞാൻ സംസാരിച്ചില്ലല്ലോ. എത്ര വയസ്സുണ്ട്? ഇതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യണ്ടോ? ഇതായിരിക്കും നമ്മൾ തമ്മിലിൽ ഇടാൻ പോകുന്നത്, ആദ്യം ഇടാൻ പോകുന്നത്. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു അടിപൊളി ഓൺടർപ്രണറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബിക്കോസ് മമിത ബൈജു, സാനിയ അയ്യപ്പൻ, ബേസിൽ ജോസഫ് തുടങ്ങി ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്ന ഒരു അടിപൊളി ഡിസൈനറാണ്. ഈ ഷോപ്പിൻ്റെ പേര് പറയുമ്പം എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. കാര്യം നമ്മളൊക്കെ ഇവിടുന്ന് ഡിസൈൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ബക്കറ്റ് ലിസ്റ്റിലൊക്കെ സേവ് വെച്ചിട്ടുണ്ടാക്കും ഇവരുടെ വീഡിയോ. അപ്പോൾ വൂൾ ഗാദറിംഗ് ഡിസൈൻസിലെ നമ്മുടെ സ്വന്തം ലിജിൻ ഷോപ്പിൻ മാമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ചേച്ചി നമസ്കാരം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല, ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു. പുതിയ ലേറ്റസ്റ്റ് സെലിബ്രിറ്റി ഷൂട്ട് അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ചെയ്തത് ബേസിൽ ജോസഫിന്റെ ഒരു ബർത്ത്ഡേയുടെ ഒരു കോസ്റ്റ്യൂം ആയിരുന്നു. അത് ഫാമിലി ഫുൾ ആയിട്ടുള്ളൊരു ഇതായിരുന്നു. ഞാൻ ആക്ച്വലി അത് പേജിൽ ഇടുമ്പോൾ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് പറയാറുണ്ട്, മാം ആ ബേസിൽ ജോസഫിന്റെ പിക്കൊന്നും എടുത്ത് മാറ്റാമോ? കാരണം എന്താ വെച്ചാൽ എല്ലാവരും പെട്ടെന്ന് വിചാരിക്കും നമ്മൾ ഭയങ്കര കോസ്റ്റ്ലി ആയുള്ള ഡ്രസ്സ് ചെയ്യുന്ന ഒരു ബൊട്ടിക്കാണ്, അങ്ങനെ ഒരു ഇംപ്രഷൻ വരാറുണ്ട്, തെറ്റിദ്ധരിക്കപ്പെടും. അപ്പോൾ ഞാൻ പറയില്ല അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഇല്ല. നമുക്ക് ഞാൻ എപ്പോഴും പറയാം, നമ്മളൊരു വെഡിങ് ഗൗൺ ചെയ്യുമ്പോഴും സാധാരണ ഒരു സൽവാർ ചെയ്യുമ്പോഴും സെയിം ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കണം എന്ന് പറയാറുണ്ട് എപ്പോഴും. കാരണം അവരുടെ വെഡിങ് ഗൗൺ ആണെങ്കിലും ചെറിയൊരു ഈവൻറ്റിനുള്ളതാണെങ്കിലും ആ ഒരു ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു മൂഡാണ് നമ്മളുടെ ഡ്രസ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ശരിക്കും ആ ഫംഗ്ഷൻ തന്നെ ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് ആണ്. അതെ അതെ. അപ്പോൾ എപ്പോഴും ആ ഒരു ഏതിലും ചെറുത് ചെയ്യുമ്പോഴും വലുത് ചെയ്യുമ്പോഴും എല്ലാം സെയിം ഒരു അറ്റൻഷൻ കൊടുക്കണം എന്ന് പറയാറുണ്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ ഇന്നൊരു 10 ഗൗൺ ചെയ്തിട്ട് ചിലപ്പോൾ 11th ആയിരിക്കും എടുക്കുന്നത്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് മടുത്തിട്ടുണ്ടാവും 11th ആകുമ്പോൾ. പക്ഷെ ആ കസ്റ്റമറിന് അത് 11th ഗൗൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗൗൺ അവർക്ക് ഭയങ്കര സ്പെഷ്യൽ. ഇപ്പം നമ്മൾ ഒരിക്കലും നമ്മളൊരു മടുപ്പ് കാണിക്കാതെ ഒരു ഫുൾ അറ്റൻഷൻ എപ്പോഴും അതിന് കൊടുക്കണം എന്ന് അങ്ങനെ പറയാറുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ ചേച്ചി ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് സെലിബ്രിറ്റി ഷൂട്ടിലാണോ അതോ ബാക്കി ഈ പറഞ്ഞ ബ്രൈഡ്സ് അങ്ങനെയുള്ളതിലാണോ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അങ്ങനെയല്ല, നമുക്ക് എങ്ങനെയാണോ വർക്ക് വരുന്നത് അതനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ബ്രൈഡൽ ഗൗൺസ് ആണ് വരുന്നതെങ്കിൽ അങ്ങനെ ചെയ്യും. പിന്നെ ഇപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് എല്ലാവർക്കും ഒരു കളർ തീം ഉണ്ടാവും. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഓരോരുത്തരുടെ ബോഡി അനുസരിച്ച് ഒരു ദൈവകൃപയിൽ എനിക്ക് മിക്കവരും വരുന്നത് വെച്ചാൽ വരുമ്പോൾ ചോദിക്കുക എനിക്ക് ഏതാ സ്യൂട്ടബിൾ ആവുന്നത്. അപ്പം ഞാൻ കുഞ്ഞിലോട്ടെ ഇങ്ങനെ വെറുതെ റോഡിലൊക്കെ പോകുമ്പം ഇവർക്ക് ഈ ഡ്രസ്സ് ഇടുവാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ, അങ്ങനെ എപ്പോഴും ആ ഒരു അപ്പിയറൻസിലാണ് എല്ലാവരും കാണുന്നത്. ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു ഇവർ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം ഇട്ട്, കാരണം എല്ലാവരും ദൈവം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സൃഷ്ടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കും ഇതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമല്ലോ, ഇത് ഇവർ ഇങ്ങനെ ഇടിപ്പിക്കായിരുന്നു, അങ്ങനെ വെറുതെ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എൻ്റെ മിക്ക ക്ലയൻസും അവർക്കൊരു ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ എന്താണ് നമ്മളുടെ ഒരു ഇഷ്ടത്തിന് നമ്മൾ അങ്ങോട്ട് ഐഡിയ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്തെടുക്കുക പതിവ്. ചേച്ചിയുടെ ഐഡിയ കസ്റ്റമേഴ്സിന് പൊതുവെ വർക്ക് ആവാറുണ്ട്, അതൊരു വലിയ ബ്ലെസ്സിംഗ് ആണ്. അപ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതായിരിക്കും ഇവർക്ക് ഈ നെക്കായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇവർക്ക് ഈ കട്ടായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കുറച്ച് ഹാൻഡ് വർക്ക് കൊടുക്കാം, അങ്ങനെ അത് അവരുടെ ഒരു ട്രസ്റ്റും കൂടെ ആണല്ലോ ഇപ്പം പറയുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷനിലെ ആൾക്കാർക്ക് ഭയങ്കര വ്യക്തമായ ധാരണയുണ്ട്, എനിക്ക് ഇങ്ങനെ വേണം. ആ സമയത്ത് തന്നെ ഇപ്പൊ ഡിസൈനർ എടുത്ത് നിങ്ങൾ സെലക്ട് ചെയ്തോ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് പറഞ്ഞു തുടങ്ങാം. എങ്ങനെയാണ് ചേച്ചി ഇത് സ്റ്റാർട്ട് ചെയ്തത്? ഇത് പാഷനായിട്ടാണോ അതോ പ്രൊഫഷനായിട്ടാണോ ചൂസ് ചെയ്തതാണോ? ഇല്ലടാ, ശരിക്കും എനിക്ക് കുഞ്ഞിലോട്ട് ഭയങ്കര ഇഷ്ടമാണ് ഒരാൾ ഈ ഡ്രസ്സ്.
ഞാൻ ശരിക്കും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് 2 അനിയത്തിമാരുണ്ട്. അപ്പോൾ അവർക്ക് കുഞ്ഞു കുഞ്ഞു കട്ട് പീസൊക്കെ മേടിച്ചിട്ട് വെറുതെ ഡ്രസ്സ് ചെയ്യും, അങ്ങനെ ഇഷ്ടമായിരുന്നു. പിന്നെ അങ്ങനെ പെട്ടെന്നൊരു ഇതിൽ ഇങ്ങനെ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ നമുക്കൊരു എന്തെങ്കിലും നീ തുടങ്ങിക്കോ അങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോൾ ചെറിയൊരു റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് സെയിൽ എന്നുള്ള രീതിയിൽ കുറച്ച് ഞാൻ വേറെയുള്ള യൂണിറ്റ്സിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവരെ കൊണ്ട് നമ്മൾ എൻ്റെ ഡിസൈനിൽ തുണി കുഞ്ഞു കുഞ്ഞു പീസ് വാങ്ങിച്ച് ഓരോന്നെ ക്രിയേറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഷോപ്പിലിടും. ഭയങ്കര ടാസ്ക്. അതായത് വേറെ യൂണിറ്റ്സിൽ പോയി ചേച്ചിക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ട് ചേച്ചിയുടെ ഷോപ്പിൽ എനിക്ക് പേടിയായിരുന്നു. എനിക്ക് യൂണിറ്റ് ഒക്കെ തുടങ്ങാൻ പേടിയാണ്. കാരണം കസ്റ്റമേഴ്സ് വന്നിട്ട് ഇനി അതല്ല എന്തെങ്കിലും പ്രശ്നമായാൽ അവർ ഷൗട്ട് ചെയ്യും, അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അവർ വഴക്കുണ്ടാക്കുമോ, സമാധാനമാണല്ലോ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഏതെങ്കിലും യൂണിറ്റ്സിലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കൊണ്ടുതരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയ മാസമൊന്നും നമ്മളെന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വൽ അവിടെ ഉണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മളെപ്പോഴും ഒരു കുഞ്ഞു സ്ഥാപനം തുടങ്ങുമോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളവിടെ ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയണമല്ലോ എങ്ങനെയെങ്കിലും. അത് ആർക്കും അറിയില്ല, കാരണം അവർക്ക് ആവശ്യം ഉണ്ടാവും, പക്ഷെ അവർക്ക് അറിയില്ല നമ്മളുണ്ടോയെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന് ലക്ഷ്മി നക്ഷത്രയുടെ ഞാൻ പുറത്ത് ഇങ്ങനെ ചെയ്തിട്ടിരുന്ന കോസ്റ്റ്യൂംസ് കണ്ടിട്ട് വന്നതാണ്. അവരുടെ സ്റ്റൈലിസ്റ്റുകൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമോയെന്ന് ചോദിച്ചിട്ട്. ഫസ്റ്റ് ചേച്ചിക്ക് ഫസ്റ്റ് വരുന്ന സെലിബ്രിറ്റി കസ്റ്റമർ ലക്ഷ്മി നക്ഷത്രയുടെ ആയിരുന്നു. അത് ഈ ഓൺലൈൻ പേജ് കണ്ടിട്ടാണോ? അല്ലടാ, നമ്മൾ പുറത്ത് ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇട്ടിരുന്നത്. അത് ഇങ്ങനെ വെറുതെ നമ്മൾ ഇതുപോലെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്ന ഓരോ ഡ്രസ്സുകളായിരുന്നു. അപ്പം അങ്ങനെ വന്ന് ചോദിച്ചാണ്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൂടുതൽ എൻ്റെ എംപ്ലോയീസിൻ്റെ സപ്പോർട്ട് ഭയങ്കരമാണ് കേട്ടോ. ഞാനിപ്പോൾ എന്നോട് മിക്കവരും ചോദിക്കാറുണ്ട് നമുക്ക് ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടല്ലേ, എംപ്ലോയീസിനെ എങ്ങനെ കിട്ടുന്നത്. അത് ഭയങ്കര എനിക്കൊന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള ഇപ്പോൾ ആതിര എന്ന് പറഞ്ഞൊരു കൊച്ച്, ശ്രീധരൻ ചേട്ടൻ, ഇവരൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള ആളുകളാണ്. ഇപ്പോഴും അവർ തന്നെ. അപ്പോൾ അവരെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടുത്തെ എംപ്ലോയിയും അവർ ഓണറാണെന്ന് ഓർക്കാറുണ്ട്. കാരണം എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും മിസ്സിങ് ഇപ്പോൾ ഒരു എംപ്ലോയി കുറവുണ്ടെങ്കിൽ എന്നെക്കാളും കൂടുതൽ ഇപ്പോൾ ഈ ചേട്ടനൊക്കെ അന്വേഷിച്ച് നടക്കുന്നത്, ആളുകൾ അന്വേഷിച്ചിട്ട്. പിന്നെ ഇതുപോലെ ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രയുടെ വന്നപ്പോഴും ഈ കുട്ടിയാണ് അവരെ പുറകെ ഓടിയിട്ട് ഈ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് മാം ഇപ്പോൾ തന്നെ വരും കേട്ടോ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഒരിക്കലും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ബിസിനസ്സും പോകത്തില്ല. ബിസിനസ് ആണെങ്കിലും നമ്മൾ ഗ്രൂപ്പ് ഓഫ് പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡിങ് ആണ്. ഇത്രയും പേര് കൂടെ നിന്നാലേ നമുക്ക് ആ ഒരു നല്ലൊരു റിസൾട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും എൻ്റെ കൂടെയുള്ളവരോട് എല്ലാവരോടും പറയാറുണ്ട്. കാരണം എനിക്ക് തന്നെ അവിടെ വിചാരിച്ചിട്ട് ഞാൻ കുറേ ഡിസൈൻ ഉണ്ടാക്കാൻ എനിക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ നന്നായിട്ട് ചെയ്യുന്ന സ്റ്റാഫ് വേണം, അവർ അത്രയും നന്നായിട്ട് കൂടെ നിൽക്കണം. ഇപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ 10 o'clock ആണെങ്കിലും അവരൊരു മടിയില്ലാണ്ട് എന്നോട് പറയുമ്പോൾ പേടിക്കണ്ട, ഞങ്ങളത് സെറ്റാക്കിയിട്ടേ പോകത്തുള്ളൂ. അതൊരു ഭയങ്കര കോൺഫിഡൻസ് നമുക്ക്. അല്ലെങ്കിൽ അവരുടെ മുഖം മാറ്റിയിട്ട് ഇതെന്താ എപ്പോൾ ചെയ്യും അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 7 മണിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് കൃത്യം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാം കസ്റ്റമേഴ്സിനോട് റിപ്ലൈ ചെയ്യണ്ടേ. പിന്നെ ഷൂട്ട്സ് ആണെങ്കിലും എനിക്ക് ആക്ച്വലി ഞാൻ TV പോലും മര്യാദയ്ക്ക് കാണാത്ത ഒരാളാണ്. ഞാൻ കാണിക്കുന്ന അബദ്ധങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് എന്നോട് സ്റ്റാഫ് പറയും. ഒരു പ്രാവശ്യം റംസാൻ്റെ ഒരു ഷൂട്ട്, അപ്പോൾ എന്നോട് ഇങ്ങനെ അഫ്രി എന്ന് പറഞ്ഞൊരു സ്റ്റൈലിസ്റ്റാണ്, അവർക്ക് ഒത്തിരി സപ്പോർട്ടീവ് കേട്ടോ. അപ്പോൾ അഫ്രി വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ മാം ചേച്ചി നമുക്ക് റംസാൻ ഒരു കോസ്റ്റ്യൂം ചെയ്യണം. അപ്പം സത്യം ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ ഓണോ ക്രിസ്മസ് ഒക്കെ പോലെ റംസാനില്ലാണ് ഈ സെലിബ്രേഷൻ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ലെഹങ്കയാണോ ചെയ്യേണ്ടത്. അപ്പോൾ എന്നോട് അഫ്രി പറഞ്ഞ് ചേച്ചി റംസാൻ നമ്മുടെ ഡാൻസർ റംസാൻ ഇല്ലേ, പിന്നെ ഓക്കെ എപ്പോഴാണ് കിട്ടുന്ന റംസാനാണ്. അങ്ങനെ അത് പിന്നെ ഷൂട്ട് ചെയ്യണം, ലെഹങ്കയാണോ റംസാൻ കേട്ടെങ്കിൽ എന്നെ തല്ലിയത്. അപ്പോൾ പിന്നെ നമ്മൾ ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു പെയിന്റിങ് ഒക്കെ ചെയ്തിട്ടൊരു കോസ്റ്റ്യൂം റെഡിയാക്കി. അങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു എന്താ പറയുക, ശരിക്കും എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഭയങ്കരമാണ്. എംപ്ലോയീസൊക്കെ ആണെങ്കിലും ആരെങ്കിലും പോയാലും തിരിച്ചെപ്പോഴും നമ്മളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറയുന്ന എത്ര സ്റ്റാഫ് ഉണ്ട് ശരിക്കും ഇപ്പോൾ ചേച്ചിക്ക്? നമുക്ക് ടോട്ടൽ 10 പേരൊക്കെ ഉള്ളൂ. കാരണം ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു കുഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം 1 month ഞാനും ആതിരയും കൂടി ആരും കസ്റ്റമേഴ്സ് വരാണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ വെറുതെ കളിക്കുമായിരുന്നു ഡ്രസ്സ് കൊടുത്തിട്ട്. ഇതെത്രയാണ് എമൗണ്ട് ആരും അറിയില്ല നമുക്ക് നമ്മളോട് ഉള്ളത്. പിന്നെ ഇങ്ങനെ ഷൂട്ട്സ് ഒക്കെ എന്ന് വെച്ചാൽ ആദ്യമൊക്കെ കൊളാബറേഷനിലായിരുന്നു. അത് എല്ലാവരും വിചാരിക്കും ഇപ്പോൾ വിജയ് അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും വലിയ ആളുകൾക്കൊക്കെ ചെയ്യുന്നു, നമ്മൾ കുറേ എമൗണ്ട് ഇട്ടിട്ടാണ്. അങ്ങനെയല്ല, ശരിക്കും അവർ നമ്മളടുത്ത് അപ്രോച്ച് ചെയ്യുമ്പം എന്താ പറയുക വെച്ചാൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും അവർക്ക് നല്ലൊരു കൺസെപ്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഒരു ഷൂട്ട് ചെയ്തപ്പോൾ ഒരു സ്നേക്കിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് കൊണ്ടുവരുമ്പോഴാണല്ലോ ചുമ്മാ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചെരിഞ്ഞ് നിന്നിട്ട് അതിനേക്കാളും ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആവും. അത് സ്ക്രീൻ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം സ്നേഹിക്കിനെ വെച്ചിട്ടാണ് അവർ ഷൂട്ട് ചെയ്തിരുന്നത്.
അപ്പോൾ ഞങ്ങൾ റിയൽ ആയിട്ടുള്ള സ്നേക്കിനെ കൊണ്ടുവന്നിട്ട് റിയൽ സ്നേക്ക് ആയിരുന്നു. അപ്പോൾ ഒരു വളർത്തുന്ന ഒരു സ്ഥലത്തുനിന്ന് സ്നേക്ക്, പിന്നെ ഹോഴ്സ്, ഇങ്ങനത്തെ കുറച്ച് കണക്ഷൻസ് ഉണ്ട് അവരെടുത്തപ്പോൾ ഞാൻ വെച്ച് ഷൂട്ട് ചെയ്യുന്ന കുട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് പോയിട്ട് ഈ വലിയ സ്നേക്കിനെ എടുത്തിട്ട് കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഗൗൺ ഇട്ട് പോകാൻ പറഞ്ഞാൽ ആൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ആക്ച്വലി ഞാനത് ഫസ്റ്റ് കയ്യിലിടണം, എന്നാലേ ആൾക്ക് എനിക്കിടാമെങ്കിൽ പിന്നെ എല്ലാവർക്കും ഇടാലോ. അപ്പൊ ഞാൻ വെച്ച് ഫസ്റ്റ് സ്നേക്കിനെ ഞാനാണ് റിസർച്ച് ചെയ്തത്. എനിക്ക് അങ്ങനെ വലിയ പേടിയൊന്നും തോന്നിയില്ല. എന്നെ അമ്മേനോട് പറയാറുണ്ട്, ആക്ച്വലി ഇവൾക്ക് ധൈര്യമല്ല, ഇവൾക്ക് വിവരം എന്ന് പറയുന്നില്ല, അതുകൊണ്ടാണ് ഇത്ര ധൈര്യം. കാരണം പേടിയില്ല, പേടിക്കാനും വേണമല്ലോ. പേടിക്കാനും വേണമെങ്കിൽ അതിനെക്കുറിച്ചൊരു വലിയ അറിവുള്ളൂ, ഇതെന്നെ ഉപദ്രവിക്കുമോ അങ്ങനെ ചിന്തിക്കാറില്ല. അങ്ങനെ എടുത്തിട്ട് സ്നേഹിനെ ഞാൻ കയ്യിലിട്ടിട്ട് ഞാൻ കുറെ പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് കോൺഫിഡൻസ് ആയി, കുഴപ്പമില്ല ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ പിന്നെ അത് നല്ല രസമായിരുന്നു. ഒത്തിരി വ്യൂവേഴ്സും ഭയങ്കരമായിട്ട് റീച്ച് ആയിരുന്നു. ശരിക്കും ഇപ്പം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് പറഞ്ഞാൽ ഒരു നോർമലി ഒരു ഡിസൈനർ ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് കൊടുത്തു, ഓക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഔട്ട് തരണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് പകരം ചേച്ചി അതിൻ്റെ കൂടെ പോയി ആ ഷൂട്ടിന് ഫുള്ള് നിന്ന് വർക്ക് ചെയ്ത് അതിന് വേണ്ടി അവർക്ക് ഫുൾ എഫേർട്ട് ഒക്കെ ഇട്ട് കൊടുത്ത് കംഫർട്ടബിൾ ആക്കി. നമ്മളിപ്പോൾ ഷൂട്ട്സ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു വലിയൊരു ആർട്ട് ഡയറക്ടറെ വെച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആവും. ഞാൻ വളരെ ചെറുതായി തുടങ്ങിയ ഒരാളാണല്ലോ. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ കൺസെപ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കും. ഞാൻ തന്നെ തലേദിവസം ഓടി നടന്ന് അതിനാവശ്യമുള്ള ഗ്ലാസിൻ്റെ കൂടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അത് സെറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് നമ്മൾ തന്നെ അതിനുള്ള ലൊക്കേഷൻ പോയി കണ്ടുപിടിക്കും. ഇവരെല്ലാം കോൺടാക്ട് ചെയ്യും. എല്ലാ സംഭവവും സെറ്റ് ആയി കഴിഞ്ഞ ഒരു പ്രാവശ്യം ഈ സ്നേക്കിൻ്റെ ആഘോഷമാണ് ചെയ്തത്. അപ്പോൾ ആഘോഷം പറഞ്ഞു ഞാൻ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടൊരു ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം വെറുതെ ക്യാമറ ആയിട്ട് വന്നേ ഉള്ളൂ, ബാക്കി എല്ലാം അവിടെ. അത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരു ഡിസൈനർ മാത്രമല്ല ഓൾ ഇൻ ഓൾ ആയിട്ട് എല്ലാം ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇൻട്രോ പറഞ്ഞത് കുറച്ചൊന്ന് മാറ്റി പറയേണ്ടി വരും തോന്നുന്നില്ല. അതല്ല, പിന്നെ നമ്മൾ ഒരു ദിവസം പോലും ഒന്ന് ഫോക്കസ് ഔട്ട് ആയാലും നമുക്ക് ഒരു ഫീൽഡിൽ നിൽക്കാം. നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഇപ്പം നമ്മളാണെങ്കിലും ഈ ഫീൽഡിൽ നിന്ന് ഫോക്കസ് ഔട്ട് ആകുമെന്ന് പറയും. ഇപ്പം ഓക്കെ ഒരാഴ്ച നമുക്കൊന്ന് റെസ്റ്റ് എടുത്ത് അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിക്കാൻ പോലും നമുക്ക് പറ്റില്ല. നമ്മൾ ശരിക്കും കോമ്പറ്റീഷൻ ആരോടും പാടില്ല. എനിക്ക് ആക്ച്വലി അതൊരു കോമ്പറ്റീഷൻ ഇല്ല. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്തതിനേക്കാളും നമ്മൾ വർക്ക് ചെയ്യുന്നതോറും നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫോൾട്ടുകൾ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മളെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേറെ ആളോടല്ല കോമ്പറ്റീഷൻ, നമ്മൾ തന്നെ ചെയ്യുന്നത് കൂടുതൽ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് മാത്രം നോക്കിയാൽ മതി. കാരണം നമ്മൾ ചുറ്റുമുള്ള അവിടെ എന്താ സംഭവിക്കണം, ഈ പൊട്ടിക്കലെന്താ ആ പൊട്ടിക്കലെന്താ നോക്കിയാൽ ഒരിക്കലും നമ്മളുടെ വർക്ക് നടക്കില്ല. എപ്പോഴും നമ്മൾ ഇന്ന് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ കോപ്പി ആയി പോകത്തില്ലേ, അവരത് ചെയ്തു നമുക്കത് ചെയ്യണം, റിപ്പീറ്റേഷനും ഒക്കെ ആവുമല്ലോ. നമ്മൾ ഇതിനകത്തൊരു യുണീക്ക് സ്റ്റൈലാണല്ലോ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ചേച്ചി ഇപ്പോൾ ആദ്യം പറഞ്ഞില്ലേ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആ പഠിച്ചത്, അപ്പോൾ അത് പിന്നെ അങ്ങ് കംപ്ലീറ്റ്ലി വിട്ടു? അത് കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞടാ. പിന്നെ മോളുണ്ടായി. അങ്ങനെ പിന്നെ ഈ ഹസ്ബൻഡിൻ്റെ ബിസിനസ്സിൽ കുറേ ഹെൽപ്പ് ചെയ്തായിരുന്നു. അതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര പ്രഷറും ടെൻഷനും ഒക്കെയുള്ള ഫീൽഡാണ് അവർക്ക്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഭയങ്കര ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വന്നത്. എൻ്റെ വീട് തൊടുപുഴയാണ്. അപ്പോൾ അവിടെ പപ്പയുടെ അമ്മയുടെ കൂടെ ഒക്കെ അങ്ങനെ ജീവിച്ചിട്ട് ഇവിടെ വന്ന് ഇത്രയും ഈ ബിസിനസ്സും കാര്യങ്ങളൊന്നും ഇതെനിക്ക് ആക്ച്വലി ബിസിനസ്സായിട്ട് തോന്നുന്നില്ല കേട്ടോ. എൻ്റെ ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഒരാൾ വന്നു അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഞാനതുപോലെ ഷോപ്പിൽ ബില്ലിൻ്റെ കാര്യമൊന്നും ഞാൻ ഒരിക്കലും ഇടാറില്ല. അത് നമ്മുടെ ക്യാഷിൻ്റെ പുറകെ പോയാൽ ഒരിക്കലും നമ്മൾ വർക്ക് ശരിയാവില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെങ്കിൽ ക്യാഷ് തന്നെ വന്നോളൂ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ബില്ലൊക്കെ ഇടുമ്പോൾ ഞാൻ ബില്ലിട്ട് എന്നോട് എൻ്റെ സ്റ്റാഫ് പറയും, മാം ഈ കട പൂട്ടിക്കാനാണോ തീരുമാനം ചോദിക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു 100 rupees കൂടുതലിടാൻ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഞാൻ ചിലപ്പോൾ പറയും ഈ വർക്കിൽ നമുക്കൊരു 100 rupees നഷ്ടമായാലും അത് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് കാണുമ്പോഴല്ലോ അപ്പൊ നമുക്ക് പിന്നെ വർക്ക് കസ്റ്റമേഴ്സിനും തോന്നും ഇത് ഭയങ്കര വർത്താണ്, നമുക്ക് ഭയങ്കര നല്ലതാണെന്ന് തോന്നുമ്പോൾ അവർ പിന്നെയും വർക്കിന് വരും. പിന്നെ കൂടുതൽ നമുക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ കസ്റ്റമറിനോടും എംപ്ലോയിനോടും നമുക്ക് ഈക്വൽ ആയിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കസ്റ്റമറിനും ഭയങ്കര കോസ്റ്റിലോട്ട് പോരുത്, എന്നാൽ നമ്മുടെ എംപ്ലോയീസ് ഈ കസ്റ്റമറുടെ പൈസ കൊണ്ടല്ലടാ അവർ ജീവിക്കുന്നത്. അവരുടെ ഇത്രയും ഫാമിലി ഞാൻ പറയും ഞാനല്ല അവർക്ക് പൈസ കൊടുക്കുന്നത്, ശരിക്കും കസ്റ്റമറാണ് കൊടുക്കുന്നത്. കസ്റ്റമർ എവിടെയോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് പോയി ഇവരുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഈക്വലായിട്ട് പോകണമെങ്കിൽ വലിയ എമൗണ്ട് കുറച്ച് കൊടുത്താൽ ഇവർക്കും ജീവിക്കട്ടെ. കുറച്ച് ഒത്തിരി കൂട്ടിയാൽ കസ്റ്റമർ പ്രശ്നം. ഈ രണ്ടുപേരോടും ഒരു ബാധ്യത ഇത് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ചേച്ചി ഞാൻ ചിന്തിക്കുന്ന വലിയ കാര്യം കേട്ടോ. കാര്യം ഇപ്പോൾ നമുക്കൊരു നോർമൽ ഒരു സ്റ്റോറിൽ പോയിട്ടില്ലെങ്കിൽ ഒരു ഡിസൈനറുടെ അടുത്ത് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം എൻ്റെ ബ്രദറിൻ്റെ മാരേജ് ലാസ്റ്റ് മന്ത് ആയിരുന്നു. ഇപ്പം എനിക്കതൊരു 2 weeks കഴിഞ്ഞിട്ടുള്ളൂ. അതിനിപ്പോൾ ഇത്രയും ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ഹൽദി മെഹന്തി എന്നൊക്കെ ഉണ്ടല്ലോ. ഞാൻ അതിന് കിടന്ന് ഓടിയ കഷ്ടപ്പാട് എനിക്കേ അറിയത്തുള്ളൂ.
ചെയ്യുന്നുള്ളൂ. കാര്യം നമ്മുടെ ഒരു ബഡ്ജറ്റിൽ നിൽക്കണം, എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം കിട്ടണം. ഒരുപാട് റെഫറൻസ് എടുത്ത് പിന്നെ റെഡിമെയ്ഡ് ഒന്നും കിട്ടാതായി മെറ്റീരിയൽ എടുത്ത് ഞാൻ തന്നെ എനിക്കിങ്ങനെ വരയ്ക്കാനൊന്നും അറിയത്തില്ല, ഇപ്പോൾ എനിക്കിങ്ങനെ വരണം അങ്ങനെ കൊടുത്ത് നമ്മൾ ചെയ്യിപ്പിക്കേണ്ട സിറ്റുവേഷൻസ് ആണ് കൂടുതലും കാണുന്നത്. ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ചേച്ചി കാണിക്കുന്ന മനസ്സ് തന്നെ വലിയ കാര്യമാണ്. അതെന്താ പറയണോ, ഒന്നാമത് ഇതൊക്കെ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുള്ളൂ. അതെ പിന്നെ അത് യൂസ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് എങ്ങനെയാണ് ഇത് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്, വെറുതെ ഇത്രയും കോസ്റ്റിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്ക് എന്നാൽ ആ ഒരു ലുക്ക് കിട്ടാൻ വേണം. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ബ്രൈഡ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്, വൺ ടൈമേ അവരുടെ ആ ഒരു വെഡിങ് ഡേയുടെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം അതിലേക്ക് ഒരുപാട് എക്സ്പെൻസ് മുടക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ നമുക്കിപ്പോൾ റെന്റൽസും ഭയങ്കര അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ ഈ ഒരു ഡിസൈനർ എന്നൊക്കെ ചേച്ചിക്ക് എങ്ങനെ എന്താ അതിനോട് പറ്റി പറയാനുള്ളത്? എനിക്ക് ഞാൻ ഇപ്പോൾ കൂടുതൽ നമ്മൾ ഡൈബിൾ മെറ്റീരിയൽസ് ആണോ യൂസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പിന്നെ യൂസ് ചെയ്ത സാധനം തന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ വൈറ്റ് ആണെങ്കിൽ നമുക്ക് ഡൈ ചെയ്തിട്ട് ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിലോട്ട് മാറ്റാം. പിന്നെ അതുപോലെ ഒരു ഗൗൺ ആണെങ്കിൽ തന്നെ ലെങ്ത് കുറച്ചിട്ട് നമുക്ക് ഒരു ചെറിയ ഫ്രോക്ക് പോലെ ആക്കാം, കളർ മാറ്റാം, അങ്ങനെയൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ മിക്കവാറും ചിലപ്പോൾ സാരി യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ പറയും ഡൈബിൾ മെറ്റീരിയൽ എടുക്കാം നമുക്ക്. അപ്പോൾ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേറെ കളറാക്കാം, ഒരു കുഴപ്പം വരില്ല. അപ്പോൾ ഒരു പേസ്റ്റിൽ ഷെയ്ഡ്സ് എടുക്കാം, പിന്നെ വേണമെങ്കിൽ അതിനെ നമുക്കൊരു അനാർക്കലി സൽവാർ ആക്കാം. ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ആണല്ലേ? കാരണം വെച്ചാൽ വെറുതെ അത് പിന്നെ യൂസ് ഇല്ലാണ്ടിരിക്കുമല്ലോ. നമ്മൾ ആ ഒരു അപ്പോൾ നമുക്ക് ആ ഒറ്റ മെറ്റീരിയലിൽ നിന്ന് പല ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു നല്ലൊരു ഇൻഫർമേഷൻ ആണ് കേട്ടോ. കാര്യം എല്ലാവരും പൊതുവെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, വൺ ടൈം യൂസിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണോ, അത് പിന്നെ ഉപയോഗിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ നമുക്കത് ഈ ചേച്ചി പറഞ്ഞ പോലെ പല രീതിയിൽ ഡയബിൾ മെറ്റീരിയലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് റീയൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് കൊള്ളാം, നല്ലൊരു ഐഡിയ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും ഇനി അത് പരീക്ഷിക്കുന്നതായിരിക്കും. ഓക്കെ ചേച്ചി, ഫസ്റ്റ് ഇപ്പോൾ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ ഹാൻഡ് വർക്ക് അങ്ങനെയൊക്കെ കാര്യങ്ങളിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് എന്താ, അവരായിട്ട് പ്രിഫർ ചെയ്യുന്ന ഇപ്പോൾ ഇതൊരു കറണ്ട് ട്രെൻഡ് എന്താ? അവരെന്ന് വെച്ചാൽ അത് ഫംഗ്ഷൻ അനുസരിച്ചിരിക്കും. ഇപ്പോൾ അവർക്ക് കുറച്ച് അവരുടെ ഏറ്റവും അടുത്ത റിലേറ്റീവിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഹാൻഡ് വർക്കൊക്കെ സജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് അവർക്ക് സംസാരിക്കാനുള്ളൊരു ടൈം കൊടുക്കും. നിങ്ങൾക്ക് എന്താണ് ശരിക്കും, എന്ത് ഫംഗ്ഷനാണ്, അപ്പോൾ എത്ര ബഡ്ജറ്റിട്ട് പോകണം നമുക്ക്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇപ്പോൾ ബഡ്ജറ്റ് കുറയ്ക്കാനാണെങ്കിൽ നമ്മൾ ഫുൾ ഹാൻഡ് വർക്ക് ഇടാതെ നമുക്ക് മെഷീൻ എംബ്രോയിഡറി ഇടാം, അതിൽ ഹാൻഡ് വർക്ക് കൂടി മിക്സ് ചെയ്യാം, അപ്പോൾ ആ ഒരു ലുക്ക് കിട്ടും. അങ്ങനെ അവർക്ക് എന്താണ് വേണ്ടത് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓക്കെയാണ്. ഓക്കെ, ഈ ഹാൻഡ് വർക്കിൽ ഇപ്പോൾ ഈ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന എന്ത് വർക്കാണ്? ഹാൻഡ് വർക്ക് ഇപ്പോൾ കൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഒക്കെ പേര്, ഇപ്പോൾ ഒരു ബർത്ത്ഡേ ആണെങ്കിൽ ഇപ്പോൾ ഈയിടെ നമ്മുടെ ഒരു ഫ്രണ്ടാണ്, അവള് ഹൃദയ എന്ന കുഞ്ഞിന്റെ പേര്. അപ്പോൾ ഹൃദയ എന്ന് തന്നെ ഉടുപ്പിൽ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് അവർ സാരി ചെയ്തിട്ട് ബ്ലൗസ് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തു. ഈ ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇവർ ശരിക്കും ഹാൻഡ് വർക്ക് എക്സ്പെൻസീവ് ആകുന്നൊരു കാര്യമാണ്. അവർ ഫ്രെയിം ഇട്ടിട്ട് ഇവരിങ്ങനെ കൈ കൊണ്ട് കുത്തി കൈ കൊണ്ട് ഇത് ചെയ്തു വരും. അത് ഫുള്ള് നമ്മളിങ്ങനെ മെഷീനിൽ അടിച്ചു വരുന്ന സംഭവമല്ല, അതുകൊണ്ട് ടൈം എടുക്കും അതിന്. അപ്പോൾ ഈ കുട്ടിയുടെ കല്യാണത്തിന് സാരി ആൾ ചെയ്തിട്ട് ഇങ്ങനെ ഈ ഫ്ലീറ്റ്സ് ഇട്ടിട്ട് വെക്കുമല്ലോ, ഫ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ട് ആളതിനകത്ത് ഹസ്ബൻഡിന്റെ പേര് സുമേഷ് അങ്ങനെ എന്തോ. അപ്പോൾ അതിലെന്നോട് ചേച്ചി ആരും അറിയില്ല, എൻ്റെ വീട്ടിൽ പറയരുത്, പേരൻസ് ഒക്കെ കാണാൻ വരുമ്പം ഇത് ചേച്ചി കാണിക്കരുത്, എന്നിട്ട് അതിനകത്ത് ലവ് യു സുമേഷ് എന്ന് ഹാൻഡ് വർക്ക് ചെയ്യണം എഴുതിയിട്ട്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ആളെന്ത് ചെയ്യുന്നറിയോ, ഞാൻ 1 year ആയിട്ട് പ്ലാൻ ചെയ്യുക എന്തൊക്കെ ചെയ്യാം എൻ്റെ കല്യാണത്തിന്. കാരണം ഇത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാമല്ലോ. കാരണം നമുക്ക് മക്കളാകുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രസ്സ് നന്നാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോട്ടോസ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തു, പിന്നെയാണെങ്കിലും കുറേ കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുമ്പോഴും എൻ്റെ അമ്മ ഇതായിരുന്നു ഫംഗ്ഷൻ എന്നുള്ളത്. നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒന്ന് എന്താ പറയണടാ, കുറെ പൈസ സൂക്ഷിച്ചു വെക്കുന്നില്ല, നമ്മൾ ലൈഫ് ജീവിക്കാൻ ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ. അതെ. അപ്പൊ എന്നിട്ട് ആള് ഈ ഫ്ലീറ്റ്സിനകത്ത് ഇതിങ്ങനെ എഴുതാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, കൊള്ളാലോടാ അതാ ഞാൻ ചിരിച്ചേ, ഭയങ്കര രസമുണ്ട്. ഒരു കൊള്ളാം. അപ്പൊ ചേച്ചി ഇത് ആരോടും പറയരുത്. എന്നിട്ട് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഈ ആളെ വിളിച്ചിട്ട് ഈ സാരി ഇങ്ങനെ തുറന്ന് കാണിക്കും. അപ്പൊ അത് അന്നേരം സർപ്രൈസ് ഇങ്ങനെ ഈ ഹാൻഡ് വർക്കിൽ ഇത് എഴുതേക്കുന്ന കാണണം. അപ്പൊ അവർ വീഡിയോ പിടിക്കുമ്പോഴും അതിങ്ങനെ പേരൻസ് ആരും പറഞ്ഞില്ല, ശരിക്കും വെഡിങ്ങിന്റെ ടൈമിലാണ് അത് പുറത്തോട്ടൊക്കെ കാണിച്ചത്. അങ്ങനെ എന്തെങ്കിലും ഹാൻഡ് വർക്ക് വെച്ചിട്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും ബ്ലൗസിലും അങ്ങനെ ലോട്ടസ് ഡിസൈൻ അങ്ങനെയൊക്കെ കുറെ വെറൈറ്റി വരുന്ന കാണാറുണ്ട്. ഇപ്പൊ കാഞ്ചീപുരം ബനാറസ് ഒക്കെ സാരി വാങ്ങിച്ചിട്ട് ബോർഡറിൽ ഹാൻഡ് വർക്ക് ചെയ്യും. ശരിക്കും എത്ര ടൈമാണ് നമുക്ക് ഒരു പ്രോപ്പർ ബ്രൈഡൽ ബ്ലൗസിലൊക്കെ ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ എടുക്കുക? ബ്രൈഡൽ ബ്ലൗസിന് നമുക്ക് ഫുൾ ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരു 4 days 5 days കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഒത്തിരി പേരെ എടുത്ത് ചെയ്യിപ്പിക്കുകയാണ്. ഒരാൾ തന്നെയാണെങ്കിൽ അങ്ങനെ, എന്നിട്ട് ഒരുപാട് പേരെ എടുത്തിട്ട് നമുക്ക് ഫ്രെയിം ഇട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഫ്രെയിം ഇട്ടിട്ട് പെട്ടെന്ന് കുറച്ചുകൂടി പെട്ടെന്ന് സാരിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വലിയ ഫ്രെയിമിൽ 2-3 പേരൊക്കെ ഇരുത്തിയിട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി
ഫാസ്റ്റായിട്ട് തീരും. ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ ഹാൻഡ് വർക്ക് ഒന്നും അല്ലാതെ തന്നെ ഇപ്പൊ നമ്മുടെ മെറ്റീരിയലൊക്കെ ആണെങ്കിലും ഒരിടയ്ക്ക് ഈ പറഞ്ഞ ഓർഗൻസ ചേച്ചി ഇപ്പൊ ഇട്ടിരിക്കുന്ന ഇതെന്ത് മെറ്റീരിയലാ? ഇതൊരു ഷിമ്മർ മെറ്റീരിയലാണ് ഇത്. ഓക്കെ. ഇതുപോലെ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ മാറി മാറി വരത്തില്ലേ മെറ്റീരിയൽസ്? അപ്പൊ ഇപ്പൊ കറന്റ്ലി ഏതാ പൊക്കൊണ്ടിരിക്കുന്നത്? കൂടുതലും ഓർഗൻസ പോകുന്നുണ്ട്, പിന്നെ ജോർജറ്റ് സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ പോകുന്നുണ്ട്. ഇപ്പൊ എനിക്കത് സാരി കുറച്ചുകൂടെ നല്ല ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. കാരണം പണ്ടൊക്കെ നമ്മള് സാരി എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു ഡ്രസ്സായിരുന്നു. കാരണം നമ്മുടെ അമ്മമാരൊക്കെ, എന്റെ അമ്മയൊക്കെ ഫുൾ സാരി കൊടുത്താൽ ഞാൻ കണ്ടേക്കുന്നത്. പക്ഷെ ഇപ്പൊ സാരി എന്ന് പറഞ്ഞാൽ ഒക്കേഷനിൽ മാത്രം ഇടുന്നതാണ്. ഇപ്പൊ വെച്ചാൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലാണ് സാരി വാങ്ങിച്ചിട്ട് ഒരു സാരി ഉടുക്കുന്നത്. ഒരു കല്യാണം വന്നു, ഇല്ലെങ്കിൽ കോളേജിൽ ഒരു സെലിബ്രേഷൻ വന്നു, പിന്നെ റെഡി ടു സ്റ്റിച്ച് സാരി ഉണ്ട് എല്ലാവരും. അപ്പൊ ഇത് ഉടുക്കാനുള്ള ബുദ്ധിമുട്ടില്ലല്ലോ. അതെ, ഭയങ്കര എളുപ്പമാണ് ഉടുക്കാൻ വേണ്ടിട്ട്. അങ്ങനെ അവരതങ്ങനെ തന്നെ ചെയ്തിട്ട് അങ്ങനെ പോകുന്നത്. ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഷൂട്ട് ഏതാ? ഭയങ്കര ഒരുപാട് നല്ല അഭിപ്രായം. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ എന്നുള്ളത് മാത്രമല്ല, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതൽ ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ പോസ്റ്റ് ഒക്കെ ചെയ്തിട്ട് കൂടുതലും പേര് ചോദിച്ചു വന്നേക്കുന്നത്. കാരണം സെലിബ്രിറ്റി ഷൂട്ട് ചെയ്യുമ്പോൾ മിക്കവാറും നമ്മളിപ്പോൾ ലക്ഷ്മി നക്ഷത്രമൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ശ്വേതാമേനോ ചെയ്യണ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ നമുക്ക് കസ്റ്റമറിനും അത് ചെയ്യാൻ പറ്റും. ഒരു സാരി ഞാൻ ലക്ഷ്മി നക്ഷത്രക്ക് ഞാൻ ഒരു വൈറ്റ് മെറ്റീരിയൽ കുഞ്ഞ് ഫ്രിൽസ് വെച്ചിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തത്. ആ സാരി എനിക്ക് തോന്നുന്നു അത് പോസ്റ്റ് ചെയ്തിട്ട് ഒരു 30-35 സാരി സെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ അതായത് പുറത്തുനിന്നൊക്കെ ഈ ദുബായിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എനിക്ക് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എനിക്ക് സെയിം ഉണ്ടാക്കി തരുമോ. എനിക്ക് അവസാനം ആ മെറ്റീരിയൽ ഇല്ലായിരുന്നു പിന്നെ ചെയ്യാൻ വേണ്ടി. കാരണം അത് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ സെയിം സാരി ഒത്തിരി വർക്ക് ചെയ്ത് കൊടുത്തു. ഇതിങ്ങനെ ഫുൾ ഇങ്ങനെ ഇവിടെ ആപ്ലിക് വർക്ക് ചെയ്തിട്ട് ഈ ഫ്ലവേഴ്സ് എടുത്ത് വെച്ച് അങ്ങനെ ചെയ്ത ഒരു വർക്കായിരുന്നു. ഒരു വൈറ്റ് സാരി. അങ്ങനെ നമ്മളെന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ചെയ്യുമ്പം അത് കസ്റ്റമറിനും ഇടാൻ പറ്റുന്നതാണെങ്കിൽ അത് അങ്ങനെ കുറെ പോകാറുണ്ട്. പിന്നെ ഇപ്പൊ ബേസിൽ ജോസഫിനെ ചെയ്തതും കുറച്ച് സിമ്പിൾ ആയിരുന്നു. അപ്പൊ അതൊരു നല്ലൊരു ഷെയ്ഡായിരുന്നു. നല്ല ഷെയ്ഡായിരുന്നു. അതില് ബേസിലിന്റെ വൈഫിന്റെ എലിസബത്തിന്റെ ഒരു ഫ്രോക്ക് അത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലൊരു ഡ്രോയിങ് കൈ കൊണ്ട് ഒരു ഹാൻഡ് പെയിന്റ് ചെയ്തായിരുന്നു. അങ്ങനെ പിന്നെ അല്ലാത്തത് ഇപ്പൊ ലക്ഷ്മി നക്ഷത്രയുടെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പിന്നെ ഒക്കേഷന് മാത്രം പറ്റുന്ന ഡ്രസ്സുകളാണല്ലോ. അതാണ് അതിടുമ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, നീ മനുഷ്യർക്ക് ഇടാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം ചെയ്യാറുണ്ടോ? ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ഇത് കിട്ടാൻ വേണ്ടി അങ്ങനത്തെ എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിക്കുമ്പോൾ. പക്ഷെ വെറൈറ്റി പിടിക്കുമ്പോൾ നമുക്ക് നോർമലി ഇട്ട് കണക്കാൻ പറ്റുന്നല്ലോ. അതെ അതെ. ചേച്ചിക്ക് ഫസ്റ്റ് ചെയ്ത ഓർഡർ ഓർമ്മയുണ്ടോ? സെലിബ്രിറ്റി എന്നുള്ളതല്ല, ആദ്യമായിട്ട് ഇങ്ങനെ ഹസ്ബൻഡൊക്കെ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യണം, ഓക്കെ നമ്മളൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു തീരുമാനിച്ച ഒന്നും അല്ലാത്തൊരു സ്റ്റേജിൽ നിന്ന് കയറി വരുമ്പോൾ ആദ്യത്തെ ഓർഡർ ഓർമ്മയുണ്ടോ? ആദ്യത്തെ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയിട്ട് ഷോപ്പിൽ കൊണ്ട് ഇടുമായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ എന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന കുറച്ച് ഡ്രസ്സുകൾ പിന്നെ സെയിം തന്നെ ഓർഡർ ചെയ്ത് കൊടുക്കാമെന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് യൂണിറ്റ് ഒന്നുമില്ല, യൂണിറ്റ് ഇല്ല, മെഷീനില്ല, സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാഫില്ല, ഒന്നുമില്ല. ഒരു കുഞ്ഞ് ഷോപ്പ് മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾ പല യൂണിറ്റ്സ് കൊടുത്തിട്ട് ഞാൻ ചെയ്യിപ്പിച്ചുകൊണ്ട് വരാം. അപ്പം അങ്ങനെ ടൈമിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വന്ന ഓർഡർ എനിക്ക് സെറ്റാക്കി കൊടുക്കാൻ വേണ്ടി അത് എടുക്കാണ്ടിരിക്കാനും എനിക്ക് മനസ്സ് തോന്നിയില്ല. എന്നിട്ട് ഞാൻ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഈ ചില യൂണിറ്റ്സിലൊക്കെ പോയിട്ട് രാത്രി 10 മണിക്കൊക്കെ 11 മണിക്കൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യും. കാരണം ഒരു കുഞ്ഞു ഓൾട്ടറേഷൻ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് യൂണിറ്റ്സ് ഉണ്ട്, യൂണിറ്റിൽ എത്ര സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓൾട്ടറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി ആളെ നിർത്തി ചെയ്യിപ്പിക്കാം. അന്ന് ഞാൻ കുറച്ച് ദൂരത്താണ് ഇവരുടെ സ്റ്റോപ്പ്. അപ്പോൾ അവിടെ പോയിട്ട് ഈ ഓൾട്ടറേഷൻ ചെയ്തിട്ട് എനിക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാനും പറ്റില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു പ്രാവശ്യം ഫോൺ വിളിച്ചിട്ട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാലോ. കാരണം രാവിലെ 10 മണിക്ക് എനിക്ക് കസ്റ്റമറിന് കൊടുക്കണം. അപ്പോൾ ഞാൻ രാത്രി 10 മണിക്കും 10:30 ഇങ്ങനെ അവരുടെ വീടിൻ്റെ പുറത്ത് പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോൾ എന്നോട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നല്ല ഓട്ടമാണല്ലോ, ഓടിക്കോ കുറച്ച് കഴിഞ്ഞ് മടുക്കുമ്പോൾ നിർത്തും, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. കാരണം എന്തൊരു കഷ്ടപ്പാടാണ് ഇങ്ങനെ ഒരു ചെറിയ ഓൾട്ടറേഷൻ വരുമ്പോൾ നമ്മൾ അവിടെ പോകണം, അവിടെ പോയി ശരിയാക്കി കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് എല്ലാവരും എന്നോട് എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടുന്നത്, അല്ലെങ്കിൽ എത്ര സമയം ഓടും, കുറച്ച് കഴിയുമ്പോൾ തന്നെ മടുക്കുമ്പോൾ നിർത്തും, അങ്ങനെയൊക്കെ കണ്ടില്ലേ. മടുത്തുമില്ല, നമ്മൾ അടിപൊളിയായിട്ട് വരികയും ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കഴിവുകൊണ്ടൊന്നും അല്ല കേട്ടോ, ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ട്. കാരണം എനിക്ക് അങ്ങനെ വലിയ കഴിവുള്ള ഒരാളൊന്നും അല്ല. പിന്നെ ഹാർഡ് വർക്കിന് ഒരു റിസൾട്ട് ആണ്. ശരിക്കും ഹാർഡ് വർക്കാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും ആരാണെങ്കിലും തുടങ്ങുമ്പോൾ നമ്മൾ അതിനകത്ത് ഫോക്കസ് ഔട്ട് ആകും. നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്താൽ എന്തായാലും റിസൾട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ ഞാൻ ഒരിടത്തും എത്തിയതൊന്നുമല്ല കേട്ടോ, ഞാൻ ഒരിടത്തും എത്തിയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പൊ പിന്നെ ഒരു മെറ്റീരിയലിന്റെ ഷോപ്പ് തുടങ്ങി. പിന്നെ യൂണിറ്റ് ഇപ്പൊ റീസെന്റ് ചെറിയ യൂണിറ്റ് മാറ്റിയിട്ട് ഒരു വലിയ യൂണിറ്റ് ആക്കി. അതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ നമുക്കൊരു മെഷീൻ ഒരു 28,000 ഒക്കെയാണ് ഒരു മെഷീന്. അപ്പൊ എന്താ വെച്ചാൽ ഇപ്രാവശ്യം കുറച്ചൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് സേവ് ചെയ്ത് ഒരു മെഷീൻ മേടിക്കും. എന്നിട്ട് ഞാൻ ഒരു സ്റ്റാഫിനെ വെച്ചു. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, കാരണം നമുക്ക് ഫുൾ ഡേ വർക്ക് കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഒരു 3 days വർക്ക് ഉണ്ടാവുള്ളായിരിക്കും, അത് നമുക്ക് നോക്കാം. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല മാം, നമുക്ക് 3 days വർക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ 3 days വർക്ക് ചെയ്തു. പിന്നെ 3 days മാറിയിട്ട് ഓക്കെ വർക്ക് വന്നു തുടങ്ങി. 1 week ഫുള്ളായി.
പിന്നെ ഞങ്ങൾ ചോദിച്ചാൽ ഓക്കെ ഒരാളെ എടുക്കാം നമുക്ക്, പിന്നെ ഒരാൾ അങ്ങനെ ഒരു മിഷനും കൂടി പതിയെ പതിയെ കുഞ്ഞു സ്റ്റെപ്സ് വെച്ച് കയറി വന്നതാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ചേച്ചി ഞാൻ ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല എന്ന് പറയണ്ട, നമ്മള് കുറെയൊക്കെ എത്തി. ഇപ്പൊ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവൂല, ഒരു കുഞ്ഞി കട ഒരു ചെറിയ റൂമായിട്ട് സ്റ്റാർട്ട് ചെയ്തു, സ്വന്തം പാഷന്റെ പുറകെ വന്നിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കയറി വന്നിപ്പം 10ഓളം സ്റ്റാഫ് ഉണ്ട്, ഇത്രയും സെലിബ്രിറ്റി ഷൂട്ട് ചെയ്തു, ആൾക്കാർക്ക് അറിയാവുന്ന ഒരു പേജൊക്കെ ആവാന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ചേച്ചിയുടെ ഹാർഡ് വർക്കിന്റെ തന്നെയാണ്. അത് നമ്മൾ ഇനിയും മുന്നോട്ട് പോകട്ടെ ഒരുപാട്, പക്ഷെ എങ്കിലും ഇപ്പോഴും നമ്മൾ നേടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ ഒരു ഇന്റർവ്യൂ ഒക്കെ നമ്മൾ അവരും എത്തുന്നത് കൊണ്ടാണല്ലോ. അതിപ്പോ ഞാനിങ്ങനെ പോന്നപ്പോ പറഞ്ഞോണ്ട് വരായിരുന്നു മോളെടുത്ത്, അവർക്ക് ആള് മാറിയിട്ടും കാരണം ഇന്റർവ്യൂ അടിച്ചാലോ. പഴയ മൂവിയിലെ ധർമ്മജ പറയത്തില്ലേ, 2000 രൂപയുടെ നോട്ട് ചില്ലറ ഉണ്ടെന്നൊക്കെ എന്നെ കണ്ടാ പറയുമോ എന്ന് പറഞ്ഞാല് ഈ ആള് മാറി ഇങ്ങനെ വിളിച്ചാണോ. അങ്ങനെയല്ലോ, നമ്മള് ശരിക്കും പറഞ്ഞാൽ ഫുൾ ഡിപ്പെൻഡിങ് ആണ് മനുഷ്യര്. കാരണം ഇപ്പൊ എൻ്റെ ഒരു സ്റ്റാഫ് ലീവ് ആയാൽ ഞാൻ പ്രശ്നത്തിലായി. കാരണം ഇന്ന് എനിക്ക് കൊടുക്കാനുള്ളൊരു ഗൗണ് ഇപ്പൊ എൻ്റെ ഒരു സ്റ്റാഫിന് ലീവാണ്, കട്ടിംഗ് മാസ്റ്റർ ആണല്ലോ മെയിൻ ആള്. അപ്പൊ ആള് ഇന്ന് ലീവാണ് മാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം തീർന്നു. കൊറേ വർക്കുകൾ ഡിലേ ആവും. ഞാൻ കണ്ടു ചേച്ചിയുടെ പേഴ്സണൽ പ്രൊഫൈലില് ഒരു വീഡിയോ എങ്ങനെ ഇട്ടിരിക്കുന്നത്, ഗൗൺ റെഡി ആയിട്ടില്ല ഗൈസ്, ഓട്ടമാണ് രാവിലെ ഓട്ടം. ഞാൻ പ്രാവശ്യം ഞാൻ തുടങ്ങിയ സമയത്ത് ഒരു വലിയ ഗൗണ് എനിക്ക് കൊണ്ടുപോകാൻ എന്റെ വണ്ടി വന്നില്ല. എന്നിട്ട് ഞാൻ അന്ന് ഹസ്ബൻഡ് ഭാഗ്യത്തിലൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആളോട് ബൈക്കിന് വരാൻ പറഞ്ഞിട്ട് പുറകില് ഈ ഗൗൺ ഇങ്ങനെ പിടിച്ചോണ്ട് പോകാൻ, നമുക്ക് വേറെ ഒന്നുമില്ല, എങ്ങനെ ടൈമിൽ അവരവിടെ എത്തിക്കണം എന്നുള്ളതാണ്. ശരിക്കും ആ ഒരു കമ്മിറ്റ്മെന്റും വലിയ കാര്യം തന്നെയാണ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞില്ല എന്റെ ബ്രദറിന്റെ മാരേജ് ആയിരുന്നുള്ളത്, ഞാൻ ഇട്ടത് ഞാൻ പുതിയ ഡ്രസ്സ് അല്ല ഇട്ടത്, ഞാൻ ആഗ്രഹിച്ച് തയ്പ്പിക്കാൻ കൊടുത്ത ഡ്രസ്സ് എനിക്ക് കിട്ടിയില്ല. കല്യാണത്തിന്റെ തലേദിവസം രാത്രി 1 മണിക്കും ഞാൻ അവിടെ പോയി ഇരുന്നിട്ടും എനിക്ക് കിട്ടാതെ വന്ന് അവസാനം അമ്മയുടെ 3 വർഷം മുന്നത്തെ ഒരു ബ്ലൗസും ഒരു ചുരിദാറിന്റെ ഷോളും പിന്നെ എന്നെ ഒരു പാവാടയും വെച്ച് ദാവടി പോലെ ആക്കി. അതായത് രാവിലെ 5 മണിക്ക് മേക്കപ്പ് ചെയ്യാൻ ആൾ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ ഇന്റർവ്യൂവിന് ഇടുന്ന ചുരിദാറൊക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ട് കൂട്ടത്തിൽ ബെറ്റർ ഒരെണ്ണം തേച്ചുകൊണ്ടിരിക്കുക ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ സ്വന്തം ബ്രദറിന്റെ കല്യാണത്തിന് ഞാൻ ചുരിദാറൊക്കെ ഇട്ട് നിൽക്കണോ, എനിക്കത് സഹിക്കാനേ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. കാര്യം നമ്മുടെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഡ്രസ്സിലെങ്കിൽ ആ ഒരു ബ്ലൗസാണ് കിട്ടാഞ്ഞ്. പക്ഷെ ആ ബ്ലൗസ് ആ ഒരു ഷോപ്പിൽ അവർക്ക് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എനിക്കത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ആ സ്ഥലത്ത് വേണ്ടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഡെഫിനറ്റ്ലി ഞാൻ എന്തായാലും അവിടെ ഇനി സ്റ്റിച്ച് ചെയ്യാൻ വന്നിരിക്കും. എനിക്കിത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം, അത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ. ഈ ലാസ്റ്റ് മിനിറ്റ് റഷിൽ ഓടി ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? അതായത് ശരിക്കും പറഞ്ഞില്ല, നമ്മളിപ്പം ഒരു 100% നമ്മൾ സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരു 90% നമ്മൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്താലും ചിലപ്പോൾ ഒരു 1 or 2 മിസ്റ്റേക്സ് വരാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നമ്മളിപ്പോൾ ഒരു ഈവൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വെഡ്ഡിങ് ബ്ലൗസ് തയ്ച്ചു, വെഡ്ഡിങ് ബ്ലൗസിൽ കട്ടിംഗ് മാസ്റ്റർ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു, സ്റ്റിച്ച് ചെയ്ത ആൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു, ഹാൻഡ് വർക്ക് ചെയ്ത ആൾ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷെ ലാസ്റ്റ് വന്നിട്ട് ഹുക്ക് വെക്കുന്ന ആളുണ്ടല്ലോ, ഒരു ചെറുതായിട്ടൊന്ന് മാറിപ്പോയുണ്ടല്ലോ. നമ്മളെ ഫംഗ്ഷന് പോയി നിൽക്കുമ്പോൾ ഇപ്പം കിങ്ങിണി പറഞ്ഞ പോലെ കിങ്ങിണിക്ക് ആ സമയത്ത് ഭയങ്കര നമ്മുടെ എല്ലാം മൂഡ് പോയി, ആ ഫംഗ്ഷൻ ഫുള്ള് പോവാ. അപ്പൊ ഈ ഹുക്ക് കറക്റ്റ് ഇടാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചേഞ്ചോ എന്തെങ്കിലും ഒന്ന് മാറിപ്പോയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സമയത്ത് നമുക്ക് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇവര് ആ ഒരു ഫംഗ്ഷൻ നിൽക്കുമ്പോഴായിരിക്കും അവർ കിടന്ന് ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൈന്യൂട്ട് കാര്യങ്ങൾ ശരിക്കും സ്റ്റാർട്ട് തൊട്ട് വലിയൊരു കട്ടിംഗ് മാസ്റ്റർ ചെയ്തുകൊണ്ട് കാര്യമില്ല. ഈവൻ ഒരു ഹുക്ക് വെക്കുന്ന ആള് ഹെം ചെയ്യുന്ന ആള് പോലും സൂക്ഷിച്ചാലേ നമുക്കത് ഫംഗ്ഷൻ നല്ലാൻ പറ്റുള്ളൂ. കാരണം അവർ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നമ്മളൊരു വുമൺ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ വർക്ക് മാത്രമല്ല, നമ്മുടെ ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ 5, 6, 10 പ്രാവശ്യം എൻ്റെ പിള്ളേരെ വിളിച്ചോണ്ടിരിക്കും ഓരോ കാര്യത്തിന്. അപ്പോൾ നമ്മൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഞാൻ അവർക്ക് ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു ബ്ലൗസിൽ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ട് ഈ പെൺകുട്ടീനെയാണ് എല്ലാവരും വഴക്കുറയുള്ളൂ, ഇനിയിപ്പോൾ എന്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക, ഈ ഡ്രസ്സിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഇട്ടിട്ട് വേഗം റെഡി ആവും. അപ്പോൾ ആളുടെ മൂഡ്, കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു കോൺഫിഡൻസ് ആണ്, നമ്മൾ കുറെ ആഗ്രഹിച്ചായിരിക്കും ആ ഒരു ഡ്രസ്സ് ഇടുന്നത്. അപ്പോൾ ഇവർ മറ്റുള്ളവരെന്താ പറയണ, ഇനിയിപ്പോൾ ആ ഡ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ഇത് കിട്ടുന്നത് മുഴുവൻ ശരിക്കും ആ ഒരു പെൺകുട്ടിക്കായിരിക്കും. നമ്മളുടെ ഒരു എന്താ പറയുക, അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഭയങ്കര എന്ത് സിമ്പിൾ വർക്കാണെങ്കിലും നേരത്തെ തന്നെ അത് റെഡിയാക്കി. ഞാൻ എപ്പോഴും ഡേറ്റ് എഴുതുമ്പോൾ പറയും ഒരു 1 വീക്ക് കൂട്ടി നേരത്തെ എഴുതിക്കോളാൻ പറയും. കാരണം നേരത്തെ റെഡിയാക്കി അയൺ ചെയ്ത് ആൾ വരുമ്പോൾ ശരിക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ വേണം നമ്മളത് കൊടുക്കാൻ. കാരണം അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നുണ്ടല്ലോ. എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ എഴുതുമ്പോഴേ നമ്മൾ ചിലപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു പ്രാവശ്യം നമ്മൾ ഫുൾ ടൈം നിൽക്കുമ്പോൾ കാലൊക്കെ ഫുള്ളായിട്ട് നീര് വെക്കും. നീര് വെച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം എനിക്കൊരു കസ്റ്റമറായിട്ട് ഞാൻ 10 ആകുമ്പോൾ പോത്തീസിലൊക്കെ എനിക്ക് പോയി എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ അവർ 10:30 ക്ലോസ് ചെയ്ത് നിൽക്കുക. എന്നിട്ട് ഞാൻ കാല് നീര് വെച്ചിട്ട് എനിക്കത് തപ്പാൻ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ എന്നോട് ആ സെയിൽസ്മാൻ പറഞ്ഞു, മാം ഒരു കാര്യം കാല് നീട്ടിയിട്ട് മാം ഇവിടെ ഇരുന്നു, ഞാൻ തപ്പിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുക.
എന്നിട്ട് ഇത് കൊണ്ടുപോയി അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ സംഭവം ചെയ്തു. എനിക്കതിനകത്ത് വലിയ പ്രോഫിറ്റ് ഒന്നുമില്ല, പക്ഷെ നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ നമ്മളത് കൊടുക്കാന്ന് പറഞ്ഞ്. എന്നിട്ട് എനിക്ക് അതിൽ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖം എന്ന് പറഞ്ഞാൽ പ്രത്യേകമാണ്. കാരണം ഒരു അത് കഴിഞ്ഞ് അവരൊരു ഫീഡ്ബാക്ക്, ഞാൻ ആക്ച്വലി എൻ്റെ മോളുടെ മുമ്പിൽ ഇരുന്ന് ആ ഫീഡ്ബാക്ക് വായിച്ചിട്ട് കരഞ്ഞു ഞാൻ ശരിക്കും. കാരണം അവരോട് പറയാം എനിക്ക് ഞാൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ഡിസൈനേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അങ്ങനെ ആ ഫീഡ്ബാക്കിൽ അങ്ങനെ ഫുൾ എഴുതിയേക്കോ എനിക്ക് ഇത്രയും ഒരു ഹാപ്പിനെസ് കിട്ടിയതില്ല, എൻ്റെ മോളുടെ ഒരു ഫംഗ്ഷൻ അത്രയും ഭംഗിയായി, കാരണം അത്രയും എഫേർട്ട് എടുത്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട്. അപ്പം ഞാൻ ഓർത്തു നമുക്കിപ്പോൾ എത്ര പൈസ കിട്ടിയാലും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ അത് ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. ഇപ്പം നമ്മൾ ചിലപ്പം ഭയങ്കര ഇഷ്ടമാണെങ്കിലും നമ്മൾ ആ റഷ്ലർ എടുത്തിട്ട് ഓടും. ചിലർ അത് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ വരും, ഭയങ്കര ഹാപ്പി ആവും നമ്മള്. നമുക്ക് ഒരു ദിവസത്തെ നമ്മുടെ ഒരു പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഡേയിലെ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഔട്ട്ഫിറ്റും ലുക്കിലും തന്നെയാണ്. വരുന്നവരെ നമ്മൾ പ്രസന്റബിൾ ആയിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ആ ഒരു ലുക്കിലല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ പറഞ്ഞ ആ ഒരു ഇഷ്യൂവിൽ ഞാനത് എൻ്റെ ഡേ കഴിഞ്ഞു, ഒരു മാസമായിട്ട് പ്രിപ്പയർ ചെയ്ത് ആ ഒരു കല്യാണം എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നിട്ട് ആ ഒരു കാര്യം ഞാൻ എടുത്ത ആക്സസറീസ് ഒന്നും ഇതിന് സ്യൂട്ട് ആവത്തില്ല. അപ്പൊ എല്ലാം ഓരോന്നൊക്കെ തട്ടി മുട്ടി ഒപ്പിച്ച് അതപ്പം ആ ഒരു എൻ്റെ ഡേ എൻ്റെ പോയി. അതാണ് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാണ്ടപ്പോൾ. പക്ഷെ കാണുന്ന ആളുകൾക്കൊന്നും മനസ്സിലാവും. ഞാൻ എപ്പോഴും പറയും, ഇപ്പം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർ വരുമ്പോൾ ഞാൻ പറയും എന്തുകൊണ്ട് ഈ ഡ്രസ്സ് ട്രൈ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ പറയും എൻ്റെ മോനാണ് ഇപ്പം കുട്ടികൾ പഠിക്കുമ്പോൾ അവരുടെ സ്കൂളിൽ അവർ പറഞ്ഞു യൂണിഫോം ആൺകുട്ടികൾ പാൻറ് ഇടണം, പെൺകുട്ടികൾ സ്കേർട്ട് ഇടണം എന്നില്ല. ഓക്കെ, ആൺകുട്ടികൾക്ക് പാൻറ് മതി, സ്കേർട്ട് മതിയെങ്കിൽ ഇട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു എടാ നിനക്ക് എന്താ നീ ഒരു ചെറിയ സ്കേർട്ട് ഇട്ടിട്ട് നല്ലൊരു ഷൂസ് ഒക്കെ ഇട്ട് നീ പൊളിച്ച് വെച്ചുമ്പോ മുടിയൊക്കെ കെട്ടി വെച്ച് പോകും. ഞാൻ പറഞ്ഞത് എന്ത്, കാരണം വെച്ചാൽ നമ്മൾ ജനിച്ചു വരുന്നത് നമ്മളെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ ഈ ഒരു സൽവാറും ഇപ്പം കേണ്ടിട്ടിരിക്കുന്ന ഈ ജീൻസും ഒക്കെ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞോ ഇത് ആണിന് മാത്രമേ പറ്റുള്ളൂ, പാൻറ് ഫോർ മാൻ, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താണോ കംഫർട്ടബിൾ, നമ്മൾ എന്ത് ഡ്രസ്സ് ഇടണം നമ്മൾ ബ്യൂട്ടിഫുൾ നമുക്ക് ഇടാം. ഓക്കെ, നമ്മൾ ചേഞ്ചിന് വേണ്ടി ഇന്നിപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഞാൻ സൽവാർമാർക്ക് ഒരു ചേഞ്ചിന് ചുമ്മാ ഒരു സാരി എടുത്തേക്കാം, അതായത് ഒരു മൂടാണ് നമുക്ക്. അപ്പോൾ വെറുതെ ഒരു സാരി എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഡ്രസ്സ് നമുക്ക് ഇടാം. അപ്പോൾ ഞാൻ പറയും നീ ഒരു സ്കേർട്ട് ഇട്ട് പോകും. അപ്പോൾ അവർ അമ്മക്ക് എന്താ അപ്പൊക്കെ ഞാൻ പറഞ്ഞു നീ നിനക്ക് ഇഷ്ടമാണ് ഇട്ടിട്ട് പോടാ, ഒരു ചെറിയ സ്കേർട്ട് ഇട്ടിട്ട് ഒരു ഷൂ ഇട്ട് പോകുന്നത്. ഞാൻ പറയും എനിക്ക് ഇഷ്ടം നമ്മളൊരു കുഞ്ഞു മുടിയൊക്കെ നീട്ടിട്ട് കെട്ടി വെക്കുന്നത്. അവന് 9th പഠിക്കുമ്പോഴാണ്. കൊള്ളാം, 9th പഠിക്കുമ്പോൾ മോനോട് സ്കൂളിൽ സ്കേർട്ട് ഇട്ട് വെക്കോളാം പറഞ്ഞ വിപ്ലവ ഒരു അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. കൊള്ളാം, നല്ലൊരു അമ്മയാണ്, ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്തുവേണ്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ളല്ലേ നമ്മൾ നോക്കുന്നത്. പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈലാകാം. പിന്നെ ഞാൻ പറയാം നമുക്ക് ചിലപ്പോൾ നമ്മളൊരു ഡ്രസ്സ് പറയുമ്പോൾ ഇതെന്ത് വൾഗറായിട്ടുള്ള ഡ്രസ്സ്, ഓക്കെ വൾഗറായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വയറില നമുക്ക് അടിപൊളിയാകാം. എന്നാൽ നീറ്റായിട്ടുള്ള ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ നസ്രി ഇടുന്ന ഡ്രസ്സുകളെ എപ്പോഴും ഒരു എലഗൻറ്റും എന്നാൽ ഭയങ്കര ഒരു ഓപ്പൺ ആയിട്ടോ അങ്ങനെ ഒരു തോന്നുന്ന ഡ്രസ്സുകളല്ല, പക്ഷെ ഭയങ്കര സ്റ്റൈലിസ്റ്റ് ആയിരിക്കും, സ്റ്റൈലിംഗ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ മോഡേൺ അപ്പിയറൻസ്, ഒരു സ്റ്റൈലിഷ് അപ്പിയറൻസ് ഉണ്ട്, എന്നാ ഭയങ്കര ഒരു കൈൻഡ് ഓഫ് എക്സ്പോസിംഗ് അങ്ങനെ ഒന്നുമല്ല. അപ്പൊ നമുക്ക് അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഡ്രസ്സിങ് ഇല്ലെങ്കിൽ അത് എങ്ങനെ പെയർ ചെയ്യണം എന്നൊക്കെ ഉള്ള ശരിക്കും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാനാണ്. അതിനാണല്ലോ അതിലാണ് ട്രെൻഡ് വരുന്നത്. ഒരാൾ ട്രൈ ചെയ്ത് വർക്ക് ആകുന്ന സാധനമാണ് പിന്നെ ട്രെൻഡിങ് ആയിട്ട് വരുന്നത്. അല്ല ചേച്ചി ഭയങ്കര എനിക്ക് ഒരു ന്യൂജൻ അമ്മയാണോ? ആണല്ലേ. ഇപ്പൊ ഇതിനോട് പറയട്ടോ അമ്മ ഈ ജനറേഷൻ ജനിച്ചാൽ മതിയായിരുന്നു. അയ്യോ എനിക്ക് ചേച്ചിയുടെ പേഴ്സണൽ അക്കൗണ്ട് ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ജെൻസി വൈബ് ഉണ്ട് അതിൽ. ഒരു ഇച്ചിരി ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു അമ്മ അങ്ങനത്തെ രീതിയിലല്ല, ഭയങ്കര ഒരു ന്യൂ ജനറേഷൻ ഒരു കുട്ടിയുടെ രീതിയിലൊക്കെയാണ് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ 3 മക്കളാണ്. കാരണം വെച്ചാൽ എനിക്കൊന്ന് അവരുടെ കുറെ ഇൻപുട്സ് കിട്ടുന്നതുകൊണ്ടായിരിക്കും. ഞാൻ പറയാടാ ഈ തെറിയൊന്നും പറയാതിരിക്കാനാ വലിയ സ്കൂളിൽ ചേർത്ത്, പക്ഷെ ഇപ്പൊ ഇംഗ്ലീഷ് തെറിയാണ് വീട്ടിൽ. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഇതൊക്കെ പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഇതൊക്കെ പറയുമ്പോ ഇവരിത് ചിരിക്കും, അമ്മ പഠിച്ചു. അതുപോലെ ഞാൻ റീൽസ് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവർക്ക് 3 പേർക്ക് അയക്കുന്നത്. അപ്പൊ ഇവരോട് അമ്മക്ക് വേറെ ആർക്കും അയക്കാല്ല, ഇത് കൂടെ ഇവരുടെ കുറച്ച് ഇൻപുട്സ് കിട്ടുന്നതുകൊണ്ടാണ് തോന്നുന്നത്. എനിക്ക് കുറച്ചും കൂടി ഈ ചേച്ചിക്ക് മക്കള് ഒരു പെൺകുട്ടിയും 2 പെൺകുട്ടി, ഏറ്റവും ഉള്ളത് ആൺകുട്ടി. അപ്പൊ ഇവരിങ്ങനെ വന്നിട്ട് പറയാം അമ്മ എനിക്ക് ഈ ഡ്രസ്സ് തന്നെ വേണം, അങ്ങനെയൊക്കെ വാശി പിടിക്കുകയൊക്കെ ചെയ്യും. എന്റെ ഡിസൈൻ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അതെന്താ? അങ്ങനെയല്ല, അവർക്ക് വല്ല ലൂസ് ആയിട്ടുള്ള വല്ല HRF ടോപ്പും പാറ്റും അങ്ങനെയൊക്കെ കുറച്ചും കൂടെ ഒരു മോഡേൺ കംഫർട്ടാണല്ലോ അവർക്ക് വേണ്ടത്. ഇപ്പൊ നമ്മള് കുറച്ച് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്ത് ഡിസൈനർ വേറെ കൊണ്ടു കൊടുക്കുമ്പോ അപ്പൊ അത് വേണ്ട. അതുകൊണ്ട് എന്റെ മോനെ ഡ്രസ്സ് എടുക്കുമ്പോൾ ഞാനാണ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും
ചേച്ചിമാരാണ് അവന് കൂടുതൽ ട്രസ്റ്റ്. അപ്പൊ അവരുടെ പറയും എടാ കുട്ടു ഇത് അമ്മ സെലക്ട് ചെയ്തതല്ല, അമ്മു സെലക്ട് ചെയ്തെന്ന് പറയും. അപ്പൊ ആണോ അന്ന് സെറ്റ് എന്നാ കുഴപ്പമില്ലായിരിക്കും. ചേച്ചി എന്ത് കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നവരെ? ഞാൻ അങ്ങനെ വഴക്കൊന്നും പറയാറില്ല കാര്യമായിട്ട്. ഞാൻ വഴക്ക് പറയാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ വഴക്ക് പറയാറില്ല. ഭയങ്കര വൈബാണ് അമ്മ. ഞങ്ങള് 4 കൂടി അപ്പൊ കുറച്ച് സീരിയസ് ആണ്. അപ്പോൾ ഞങ്ങൾ 4 മാത്രമാണെങ്കിൽ ഞങ്ങള് കാറിൽ ഭയങ്കര ഉറക്കപ്പാട്ടൊക്കെ വെച്ച് ഞാൻ പറയാം 10 പേര് കേൾക്കട്ടെ പറഞ്ഞാൽ ഞാൻ ക്ലാസ് താത്തും അപ്പം തന്നെ. അപ്പോൾ അമ്മക്ക് വട്ടാന്ന് പറഞ്ഞാൽ അവർ അപ്പം തന്നെ ക്ലാസ് വെക്കും. ഞങ്ങള് അങ്ങനെ വീട്ടിൽ അങ്ങനെ വഴക്കിന്റെ കാര്യങ്ങളൊന്നും ശരിക്കും ഒരു സന്തൂർ മമ്മി കേട്ടോ. അത് ഞാൻ പറഞ്ഞു വരുമ്പോഴാണ് അത് മനസ്സിലായി. 3 കുട്ടികളല്ലേ? ഏറ്റവും മൂത്ത കുട്ടി എത്ര? അല്ല ഞാനിപ്പോൾ ഈ വരുമ്പോൾ പറഞ്ഞോണ്ട് നിന്നെ കൊണ്ട് പോയാലത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇത്രയും പ്രായമുള്ളൊരു കൊച്ചുണ്ട്. അപ്പോൾ എനിക്ക് അവരെന്ത് ഏജ് കാണും. അപ്പോൾ ഞാൻ നിനക്കൊരു ഏജ് പറയും, നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ടത്. അപ്പം അമ്മയോട് പറയാം, ഞാൻ അവിടെ ചെല്ലുമ്പോഴേ അവരോട് പറയും അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ച് പറയണ്ട. കണ്ടോ ഇന്റർവ്യൂ തീരാറായപ്പോൾ ഞാനത് ചോദിച്ചത് കണ്ടോ. അത് നിങ്ങൾ പ്ലാൻ ചെയ്തവരുന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതാണ് അതിന്റെ കാര്യം. ഇത്ര നേരം ഞാനത് സംസാരിച്ചില്ലല്ലോ. എത്ര വയസ്സുണ്ട്? 21. അതല്ല ഇതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യണ്ടോ. ഇതായിരിക്കും നമ്മൾ തമ്മിലിൽ ഇടാൻ പോകുന്നത്, ആദ്യം ഇടാൻ പോകുന്നതെന്ന്. 3 കുട്ടികളുടെ അമ്മ നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചത്. ചേച്ചിക്ക് അത്യാവശ്യം വായനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ല. ഞാനൊരു ഹൈലൈറ്റ് ഒക്കെ കണ്ടു, വലിയ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടിരിക്കുന്നത്. എനിക്ക് ചുമ്മാ ഇഷ്ടമാണ്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ലൈഫിൽ കുറേ പ്രഷറും ടെൻഷനും ഉള്ളപ്പോൾ നമ്മൾ ഇങ്ങനെ വെറുതെ കാറിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോട്ട്സ് തോന്നുന്നത് ചുമ്മാ അപ്പം തന്നെ നോട്ട് പാഡിൽ എഴുതിയിടും. എന്നിട്ട് അത് എവിടെയെങ്കിലൊക്കെ ചുമ്മാ എഴുതിയിട്ടൊരു പാട്ടൊക്കെ ഇട്ട് ചേച്ചി തന്നെ എഴുതിയതല്ലേ? അപ്പൊ അതൊക്കെ ഞാൻ തന്നെ ചുമ്മാ നമ്മൾ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ നല്ല കോട്ട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എടുത്തിടുമല്ലോ. അത് ചേച്ചിയുടെ തന്നെ കോട്ട്സ്. ഞാൻ കുറെ കണ്ട് സമാധാനം, പീസ്, അതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അത് സത്യമായിട്ടും അതാണ്. നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഞാൻ പിള്ളേരോട് പറയാറുണ്ട്, ഇങ്ങനെ ഭയങ്കര കൂട്ടാണെങ്കിൽ ഞാൻ ഇവരോട് എല്ലാം ഇങ്ങനെ പറയുന്നവർ ഭയങ്കര എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചില സന്തോഷങ്ങളിടാം. നമ്മൾ ഇപ്പോൾ ഒരു ഭയങ്കര ഹാപ്പിനെസ് തരുമായിരിക്കും, പക്ഷെ ചിലപ്പോൾ നമ്മുടെ എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നൊരു സന്തോഷമായിരിക്കും അത്. അപ്പം നമ്മൾ ശരിയും തെറ്റും എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നില്ല, അവിടെയാണ് നമ്മുടെ ജയം. നമുക്കറിയില്ല ഇതാണോ ശരി ഇതാണോ തെറ്റ്. ആ ചൂസ് ചെയ്തത് എൻ്റെ ശരിയായിരിക്കില്ല കീനയുടെ ശരി, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരാളുകളുടെ ഇത്. പിന്നെ നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഇവർ പറയുന്ന മുഴുവൻ പ്രശ്നമാണ്, ഇവരെന്ത് മണ്ടത്തരമൊക്കെയാണെന്നായിരിക്കും ചിലപ്പോൾ എന്നെക്കുറിച്ച് പറയുന്നത്. പക്ഷെ ആ മണ്ടത്തരത്തിൽ ഞാൻ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പി ആയാൽ മതി. പിന്നെ നമ്മൾ ആരെയും ഉപദ്രവിക്കരുത്. അതായത് നമുക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റും. സത്യം, അതാണ് ലോകത്തിലെ ഏറ്റവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടർ അല്ല കേട്ടോ ചേച്ചിയുടെ. ഭയങ്കര രസമുണ്ട്. ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഭയങ്കര മിനിമലായിട്ട് സംസാരിക്കും, ഭയങ്കര ബോൾഡ് അല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഭയങ്കര സീരിയസ് ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഭയങ്കര ഒരു ഫാമിലി പോലെ ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അത് ഷോപ്പിൽ വന്നാലും പറയാറുണ്ട്. ഇന്നലെ ഒരു 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു കൊച്ചു വന്നിട്ട് അപ്പം എന്നോട് പറയാം, ചേച്ചി ഇത്ര വൈബ് വരുന്നറിയാൻ കുറച്ച് നേരത്തെ. വൈബൊന്നുമല്ല സത്യം പറയാം. എൻ്റെ മമ്മി പറഞ്ഞ പോലെ നിന്റെ ധൈര്യമൊന്നുമല്ല, നിന്റെ വിവരക്കുറവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ചേച്ചി ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ അപ്പുറത്ത് വന്നിട്ട് എൻ്റെ അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നോർമലി ആരെങ്കിലും കയറി വരുമ്പം ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് വെള്ളം വേണോ? ഇല്ല, നോ താങ്ക്സ്, ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും കുടിക്കാൻ താ. അത്ര അപ്പം തന്നെ എനിക്ക് വെള്ളം ചോദിച്ചു വിട്ടോ ചേച്ചി. ഞാൻ അങ്ങനെ ചെന്ന് പറഞ്ഞു, ഭയങ്കര ഒരു വൈബുണ്ട്. അതിപ്പം മക്കൾ അവർ തന്നെ മോളുടെ അടുത്ത് ദേഷ്യപ്പെടുക വഴക്ക് പറഞ്ഞു ചോദിക്കുമ്പോൾ ഇല്ല അമ്മ എങ്ങനെ വൈബാ. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാവും. കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സിലും ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ്. അപ്പോൾ ചേച്ചിയുടെ ഈ ഒരു ഇൻട്രാക്ഷനിൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ചേച്ചി കസ്റ്റമറെ ഡീൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ കുറേ നല്ല സെലിബ്രിറ്റീസിനൊക്കെ ചേച്ചിക്ക് ഈ പറഞ്ഞ ഷൂട്ട് ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് വർക്ക് വരട്ടെ. നമ്മളൊരു കുഞ്ഞു മുറി തുടങ്ങി ഇവിടെ വരെ എത്തിയില്ലേ, നമുക്ക് 1-2 യൂണിറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ, വലിയ ഷോപ്പായി മാറട്ടെ. എന്നിട്ട് ഞാൻ വീണ്ടും ഇന്റർവ്യൂ എടുക്കാം. അതാണ് ഞാനും എന്നോട് പറയും. ഞാൻ പറയും ഇങ്ങനെ എൻ്റെ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഡിസൈനേഴ്സിനോട് ഞാൻ പറയും, ചിലപ്പോൾ 90,000 ഒക്കെ ഈ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് 90,000 ഒക്കെ സാലറി കിട്ടുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ഇവർ ഈ മൈന്യൂട്ട് കുഞ്ഞു കാര്യങ്ങൾ പോലും ചിലപ്പോൾ ശ്രദ്ധിക്കാണ്ട് നടക്കുവേ. അപ്പോൾ ഞാൻ പറയാം, എടാ ഈ ചിലപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 90,000 സാലറി തരാൻ പറ്റുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹം എന്തായിരിക്കണം? 90,000 സാലറി മേടിക്കാൻ പറ്റുക എന്നുള്ളത്. നമ്മൾ രണ്ടും ആ രീതി വർക്ക് ചെയ്താലാണ് എല്ലാവരും ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ അത് എനിക്ക് അങ്ങനെ സാലറി കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് ഉറപ്പായിട്ടും ഇതുപോലെ ഇപ്പൊ നമ്മുടെ ഒരു യൂണിറ്റ് പോലെ ഇനിയും വേറെയും യൂണിറ്റും ഷോപ്പും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് നല്ല വർക്ക് വരട്ടെ. എന്നിട്ട് ചേച്ചി ഞാൻ പിന്നെ ഇന്റർവ്യൂ ചെയ്യും. ഞാനും ഡെഫിനറ്റ്ലി ഷോപ്പിൽ വരുന്നതായിരിക്കും. ഞാനും പറയുന്നൊന്നുമില്ല എനിക്ക് എന്ത് വേണമെന്ന്. ഈ പറഞ്ഞ പോലെ ചേച്ചി തന്നെ എന്നെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. അതെ, ഇത് ഇട്ടിട്ട് പോയാൽ മതി. അവിടെ വരുന്ന കുറെ പേരുണ്ട്. എന്നിട്ട് എനിക്ക് വീഡിയോ എടുത്ത് പാട്ടിട്ട് തരണേ. അതും വേണം. പാട്ടൊക്കെ നോക്കിയിട്ട് ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ. എന്നാലും അല്ല ചേച്ചിയുടെ ഇന്റർവ്യൂവിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ ആരതി
എന്താ ശശിധരൻ ചേട്ടൻ എന്താ ഇവരൊക്കെ ഞാൻ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞു, എനിക്ക് മനസ്സിലായി. അതുപോലെ സംസാരിക്കുന്നു. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എന്തായാലും താങ്ക്സ് ഫോർ ജോയിനിങ് ചേച്ചി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം. എനിക്കും ഇങ്ങനെ അടുത്ത് ഒരു ഇങ്ങനെ ഫോർമലായിട്ടും തോന്നിയില്ല കേട്ടോ. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു ദൈവമേ ഇനി എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് എൻ്റെ വായിന്ന് വീഴാൻ പോകണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ എനിക്ക് എബീനെ അറിയാം, അപ്പോൾ കുഴപ്പമില്ല വെച്ചു. ഓക്കെ, ഇങ്ങനെ കണ്ടപ്പോൾ എന്തൊക്കെയാ പറയാൻ പോകുന്നത്, കുഴപ്പമില്ല, ഒരു ഫാമിലി പോലെ തോന്നിയോണ്ട് വർത്തമാനം സംസാരിച്ചു, നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചുമ്മാ വർത്തമാനം. ഇതാ നല്ലതും. ഈ ഭയങ്കര ഇന്റർവ്യൂ ഒന്നും ആക്കുന്നതിന് നല്ല ഇത് തന്നെയല്ലേ. ഓക്കെ ചേച്ചി, താങ്ക് യു. ഓക്കേടാ.